നമസ്കാരം. ലേൺ മലയാളം വിത്ത് ലവ് എന്ന മലയാളം ക്ലാസ്സിലേക്ക് 10ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ നാളത്തെ പരീക്ഷയ്ക്കുള്ള റിവിഷനാണ്. ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന പാഠഭാഗത്ത് ചോദിക്കാവുന്നൊരു ചോദ്യമാണ് പക്ഷിശാസ്ത്രക്കാരനും പാടത്തിനുടമയും താരതമ്യം ചെയ്തൊരു കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളത്. അത്യാവശ്യം വേണ്ടുന്ന പോയിന്റുകൾ ഞാൻ ഇതിൽ ചാർട്ട് രൂപേണ വെച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക. പരീക്ഷയ്ക്ക് ഈ ചോദ്യം വന്നാൽ ഭംഗിയായിട്ട് എഴുതാനുള്ള തയ്യാറെടുപ്പുണ്ടാക്കുക. പ്രകൃതി സ്നേഹിയും അറിവുള്ളവനുമാണ് നമ്മുടെ പക്ഷിശാസ്ത്രക്കാരൻ. പക്ഷേ പാടത്തിനുടമയാകട്ടെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നവനാണ്. അഹിംസയുടെ പ്രതീകമാണ് ആര്? പക്ഷിശാസ്ത്രക്കാരൻ. അഹിംസ എന്ന് പറഞ്ഞാൽ ആരെയും ഹിംസിക്കാതിരിക്കുക, അതായത് കൊല്ലാതിരിക്കുക എന്നുള്ളത്. അക്രമത്തിൻ്റെ പ്രതീകമാണ്, അതേസമയം സഹജീവികളെ ഉപദ്രവിക്കുന്നവനാണ് പാടത്തിനുടമ. അന്ധനാണെങ്കിലും ഉൾക്കാഴ്ചയുണ്ട് ആർക്ക്? ശാസ്ത്രക്കാരന് അല്ലേ? കാഴ്ചയുണ്ടെങ്കിലും നല്ലതിനെ ഉൾക്കൊള്ളാതെ കൂട്ടം തെറ്റി നടക്കുന്നവനാണ് നമ്മുടെ പാടത്തിനുടമ. നമ്മുടെ എന്ന് പറയുന്നത് നമുക്ക് പരിചയമായല്ലോ അല്ലേ? പാഠഭാഗം അതിലെ കഥാപാത്രങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ എന്ന് പറഞ്ഞത്. പ്രകൃതി എല്ലാവരുടേതുമാണ് എന്ന വിശാലമായ കാഴ്ചപ്പാടുള്ളവനാണ് പക്ഷിശാസ്ത്രക്കാരൻ. പക്ഷേ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രകൃതിയെ നശിപ്പിച്ച് ഉടമയാകാൻ ശ്രമിക്കുന്നവനാണ് പാടത്തിനുടമ. കിളികൾക്ക് വഴികാട്ടിയും അഭയം നൽകുന്നവനുമാണ് പക്ഷിശാസ്ത്രക്കാരൻ. പക്ഷേ അവസാനത്തിൽ നാം കാണുന്ന കാഴ്ച എന്താണ്? പക്ഷിശാസ്ത്രക്കാരനെ ഹിംസിക്കാൻ പാടത്തിനുടമ മടി കാണിക്കുന്നില്ല. ഒടുവിൽ ഭയന്ന് തൻ്റെ തെറ്റ് മനസ്സിലാക്കി കിളികളിൽ അഭയം തേടുന്നു. ഇത്രയുമാണ് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ. എല്ലാം മനസ്സിലാക്കുക. നിങ്ങളുടേതായ ഭാഷയിൽ എഴുതി പ്രകടിപ്പിക്കാനുള്ള ശ്രമമാണ് ചെയ്യേണ്ടത്. ഇനി വേറൊരു ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. പാടത്തിനുടമയോട് ഈ പക്ഷിശാസ്ത്രക്കാരനും കിളികൾക്കുള്ള മനോഭാവം എന്താണ്? ആ ചോദ്യത്തിലേക്ക് കടന്നാലോ? ഇത്തരൊരു ചോദ്യം പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഉടമയോടുള്ള മനോഭാവം ആർക്ക്? പക്ഷിശാസ്ത്രക്കാരനും കിളികൾക്ക് ഉടമയോടുള്ള മനോഭാവം എന്താണ്? ഇതിലും അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ കുറിച്ചിട്ടുണ്ട്. നിങ്ങളുടേതായ രീതിയിൽ ആശയം എഴുതി പ്രകടിപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് നടത്തേണ്ടത്. അവൻ നിങ്ങളിൽ ഒരുവനാണ്. പക്ഷിശാസ്ത്രക്കാരൻ ഉടമയെക്കുറിച്ച് പറയുന്നത്, കിളികളോട് പറയുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് എന്ത് വേണം? വഴിതെറ്റിപ്പോയ നമ്മളിൽ ഒരുവനായിട്ട് അവനെ കാണണം എന്നാണ് പക്ഷിശാസ്ത്രക്കാരൻ കിളികളോട് പറയുന്നത്. പക്ഷെ കിളികളാകട്ടെ ഭയത്തോടും ശത്രുതയോടുമാണ് ഉടമയെ കാണുന്നത്. അവൻ്റെ ക്രൂരതയിലും പക്ഷിശാസ്ത്രക്കാരൻ അവനോട് വെറുപ്പ് കാണിക്കുന്നില്ല. പക്ഷെ കിളികളാകട്ടെ എന്താണ് അയാളെക്കുറിച്ച് മനസ്സിലാക്കിയത്? പാടത്തിനുടമയെപ്പറ്റി അവൻ വേട്ടയാടുന്നവനും കൂരമ്പുമായി നടക്കുന്നവനുമാണ്. അതുകൊണ്ട് കിളികൾക്ക് ഉടമയെ ഭയമാണ്. അവൻ സ്വയം ചിറകറുത്ത് സ്വന്തം നന്മയും കൂട്ടായ്മയും നഷ്ടപ്പെടുത്തിയവനാണ് എന്നാണ് പക്ഷിശാസ്ത്രക്കാരൻ്റെ മനോഭാവം, കാഴ്ചപ്പാട്. പക്ഷെ കിളികൾ പറയുന്നത് എന്താണ്? തങ്ങളുടെ വാസസ്ഥലം നശിപ്പിക്കുന്നവനാണ് ആ ഉടമ, തങ്ങളെ ഉപദ്രവിക്കുന്നവനാണ്. അതുകൊണ്ട് അവനോട് സ്നേഹം കാണിക്കേണ്ടതില്ല എന്നാണ്. കൂട്ടായ്മ നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞാൽ പക്ഷിശാസ്ത്രക്കാരൻ പറയുന്ന കൂട്ടായ്മ എന്താണ്? അവൻ കൂട്ടത്തിൽ നിന്ന് കൂട്ടം തെറ്റിപ്പോയവനാണ് അല്ലേ? ഇവർ ഉപേക്ഷിച്ച് പോയവനാണ്. അതാണ് കൂട്ടായ്മയിൽ അവൻ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അവൻ സ്വാർത്ഥനായിട്ട് തനിയെ നടക്കാനാണ് ഇഷ്ടപ്പെടുന്നതെന്നാണ് പക്ഷിശാസ്ത്രക്കാരൻ പറയുന്നത്. കിളികൾ പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പക്ഷിശാസ്ത്രക്കാരൻ അവരെ സ്നേഹത്തോടെ തടയുന്നുണ്ട്, വിലക്കുന്നുണ്ട് അല്ലേ? എന്താ പറയുന്നത്? വേണ്ട, കൊത്തണ്ട എന്നാണ് പറയുന്നത്. പക്ഷേ കിളികൾ അതിന് തിരിച്ച് അവരുടെ മനോഭാവം എന്താ? ഗുരുവിനെ ഉപദ്രവിച്ചത് അവനാണെന്ന് മനസ്സിലാക്കുകയാണ്. അവരിൽ പ്രതികാര ചിന്ത ഉണർന്ന് അതുകൊണ്ട് അവർ പറയുന്നു, അവനെ നമുക്ക് കൊത്തി തിന്നാം. പക്ഷിശാസ്ത്രക്കാരനാകട്ടെ അഹിംസയിലും സ്നേഹത്തിലും അടിയുറച്ചതാണ്. ആ ഗുരുവിൻ്റെ മനോഭാവം എന്ന് പറയുന്നത് ആരെയും കൊല്ലുകയില്ല, ഹിംസിക്കുകയില്ല എന്നുള്ളതാണ്. സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്, അടിയുറച്ചതാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ. അതുകൊണ്ട് ഈ ഉടമയുടെ പതനത്തിൽ സഹതപിക്കുകയും അഹിംസയുടെ മാർഗം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കിളികളെ സംബന്ധിച്ചിടത്തോളം അവൻ കേവലം ഒരു ശത്രുവാണ്. അതുകൊണ്ട് കിളികൾ ഉടമയെ തിന്മയുടെ പ്രതീകമായിട്ട് മാത്രം കാണുന്നു. ഞാൻ പറഞ്ഞത് ഏതാനും പോയിന്റുകളാണ്. നിങ്ങൾ എന്ത് വേണം? നിങ്ങളുടേതായ ഭാഷയിൽ ഇത് എഴുതി പ്രകടിപ്പിക്കാനുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തേണ്ടത്.